നടിയുടെ കയ്യിൽ ഈ വാട്സപ്പ് സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് കേന്ദ്രീകരിച്ച് വീണ്ടും ഒരു പ്രതീക്ഷയ്ക്ക് സാധ്യതയുണ്ടല്ലേ? ജിൽസി, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഈ സിദ്ദീഖിനെതിരായിട്ടുള്ള ആരോപണം വരുന്നു, പിന്നാലെ കേസെടുത്ത് പോലീസിന്റെ അന്വേഷണം ദ്രുതഗതിയിൽ നടക്കുന്നു. അപ്പോൾ എല്ലാം വളരെ വേഗത്തിലായിരുന്നു ഈ പരാതിയിൽ പോലീസിന്റെ ഇടപെടൽ ആദ്യഘട്ടത്തിൽ നടന്നത്. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള മണിക്കൂറുകളിൽ ഈ അന്വേഷണം പിന്നീട് വഴിമുട്ടുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന സ്ഥിതിയിലാണ് ഇപ്പോഴെത്തി നിൽക്കുന്നത്. കാരണം ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് പോലെയുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സിദ്ദിഖ് തിരുവനന്തപുരത്തെ മാസ്കോട്ട് ഹോട്ടലിൽ എത്തിയതിൻ്റെയും അവിടെ താമസിച്ചതിൻ്റെയും രേഖകളും ഡിജിറ്റൽ രേഖകളും അടക്കമുള്ളത് റിട്രീവ് ചെയ്തെടുക്കാൻ പോലീസിന് കഴിയും, അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് അതിന് കഴിയുമെന്നുള്ളൊരു സാഹചര്യം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ഈ പീഡനം, ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന ഈ പരാതിക്കാരുടെ ആരോപണം, ഇത് എന്നാണ് നടന്നത്, ഏത് മാസമാണ് നടന്നത്, ഇത് സംബന്ധിച്ച് ഒരു കൂടുതൽ വ്യക്തത വരുത്താൻ പരാതിക്കാരിക്ക് അന്വേഷണ സംഘത്തിന് മുമ്പാകെ കഴിഞ്ഞിട്ടില്ല. ഇതാണ് പ്രധാനമായിട്ടും അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് ജനുവരി മാസത്തിലാണോ ഫെബ്രുവരിയിലാണോ ഈ തന്നെ ബലാത്സംഗം ചെയ്തത് എന്ന് പരാതിക്കാരിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. സിദ്ദിഖ് ജനുവരി അവസാനമാണ് ആ ഹോട്ടലിൽ താമസിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാണ്. അതേസമയം ഈ പീഡനം നടന്ന, ഈ ബലാത്സംഗം നടന്ന സമയമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയാതെ നിൽക്കുന്നത്. പരാതിക്കാരിക്ക് ആ ദിവസമൊന്നും ഓർമ്മയില്ല എന്നുള്ള കാര്യമാണ് പരാതിക്കാരി ഇപ്പോൾ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം സിദ്ദിഖിന്റെ ചില വാട്സപ്പ് ചാറ്റുകൾ പരാതിക്കാരുടെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോഴും അത് ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അത് കൊടുക്കേണ്ടത് പരാതിക്കാരി തന്നെയാണ്. ആ എന്തെങ്കിലും തരത്തിൽ ഈ അന്വേഷണം ഇനി കൃത്യമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ വാട്സപ്പ് ചാറ്റുകളിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതാണ്. ആ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ ഇനി അന്വേഷണം അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുകയുള്ളൂ. തെളിവുകൾ ലഭിക്കാതെ വന്നാൽ ഒരുപക്ഷെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ള കാര്യത്തിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. കാരണം കൃത്യമായ തെളിവില്ലാതെ സിദ്ദിഖിനെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ ഒരുപക്ഷെ അത് അന്വേഷണ സംഘത്തിന് തന്നെ വലിയ ചോദ്യങ്ങൾ വീഴ്ത്താൻ ഇടയുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾക്കെല്ലാം പിന്നീട് ഉത്തരം നൽകേണ്ട സാഹചര്യമുണ്ടാകും. അപ്പോൾ പഴുതടച്ചുള്ള അന്വേഷണം നടത്തിയാൽ മാത്രമേ കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘത്തിനും കഴിയുകയുള്ളൂ. അതിന് ഏറ്റവും പ്രധാനമായും വേണ്ടത് കൃത്യമായിട്ടുള്ള തെളിവുകളാണ്. ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് അന്വേഷണ സംഘം തന്നെ സമ്മതിക്കുന്നുണ്ട്. കാരണം ഈ പരാതിക്കാരി ഹോട്ടലിൽ വന്നു പോയതിൻ്റെ ഡിജിറ്റൽ രേഖകൾ ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സിദ്ദിഖ് വന്നതിൻ്റെയും പോയതിൻ്റെയും ഒക്കെ തെളിവുകൾ ലഭിച്ചാലും പരാതിക്കാരി അവിടെ വന്നതിൻ്റെ തെളിവുകൾ ലഭിക്കണം. പക്ഷേ അത് ലഭിക്കാത്തത് വലിയ പ്രതിസന്ധിയാണ്. തിരുവനന്തപുരത്ത് 3 ദിവസം നടന്ന ഒരു സിനിമ പ്രിവ്യൂ ഷോയുമായി ബന്ധപ്പെട്ടാണ് സിദ്ദിഖ് ആ ഹോട്ടലിൽ താമസിച്ചത്, മാസ്കോട്ട് ഹോട്ടലിൽ താമസിച്ചത്. അപ്പോൾ ആ പരാതിക്കാരി അവിടെ എന്നാണ് വന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്തിയാൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് കഴിയാത്തൊരു സാഹചര്യത്തിൽ പരാതിക്കാരിയുടെ വാട്സപ്പിലെ വിവരങ്ങളാണ് വേണ്ടത്. സിദ്ദിഖും ഈ പരാതിക്കാരനുള്ള വാട്സപ്പ് ചാറ്റാണ് വേണ്ടത്. ആ വാട്സപ്പ് ചാറ്റ് എത്രയും വേഗം കണ്ടെത്താൻ കഴിയുന്നു, അതിനനുസരിച്ചായിരിക്കും അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുക. എന്തായാലും അത് ലഭിക്കാതെ അറസ്റ്റ് അടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് ഒരുപക്ഷെ പോലീസ് സംഘം കടക്കില്ല. ജിൽസി.